അമ്മ പലപ്പോഴും ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഭയങ്കര വലിയൊരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് നിലനിന്നിട്ടുണ്ട്. അച്ഛൻ്റെ മരണശേഷം അച്ഛനും അമ്മയും എപ്പോഴും ഒന്നിച്ചേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ, ബോബനും മോളിയും പോലെ. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം അമ്മ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ഓർത്ത് ഞാനും ചേട്ടനും ഒക്കെ പലപ്പോഴും വേവലാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊരു ഭാരമാകരുത് എന്ന് സ്വയം തീരുമാനിച്ച പോലെ അമ്മയ്ക്ക് പണ്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ, നൃത്തം പഠിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു, പാട്ട് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതിനൊക്കെ വേണ്ടി അമ്മ തന്നെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് ക്ലാസ്സുകൾ കണ്ടുപിടിച്ച് അതിൽ പോയി ചേർന്ന് പഠിച്ച്, സാഹിത്യത്തിൽ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ അമ്മ എഴുതുമായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ചെറിയ കുറിപ്പുകളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച് ആ കുറിപ്പുകൾ കണ്ട് ഗൃഹലക്ഷ്മിയെ പോലെയുള്ള ഒരു പ്രസിദ്ധീകരണം അമ്മയെ ഇങ്ങോട്ട് വന്ന് സമീപിച്ച് അമ്മയുടെ ഒരു പുസ്തകം വരെ പുറത്തിറക്കി. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോയി അതിനൊരു എന്താ പറയുക, ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആ കാര്യങ്ങൾ പോയി ചെയ്യാനും സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താനും ആ സന്തോഷങ്ങൾക്കൊക്കെ ഒരു വേദികൾ കിട്ടുമ്പോൾ അവിടെ അമ്മ കഥകളിയും മോഹിനിയാട്ടവും തിരുവാതിര നൃത്തയോഗ തുടങ്ങിയ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നതും, സുഹൃത്ത് സംഘങ്ങൾ ഉണ്ടാക്കുക, ആ സംഘങ്ങളുടെ കൂടെ യാത്ര പോവുക തുടങ്ങിയ സ്വന്തം ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി എൻ്റെ മുന്നിൽ ഏതു പ്രായത്തിലും അവനവൻ്റെ സന്തോഷം കണ്ടെത്തണമെങ്കിൽ അവനവൻ ആഗ്രഹിച്ചാൽ ആ സന്തോഷങ്ങൾ കണ്ടെത്താം എന്ന് ജീവിതം കൊണ്ട് എൻ്റെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്ന ഒരാളാണ് അമ്മ. അതേപോലെ ആ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രാധാമണിയമ്മയെ കുറിച്ച് ഇവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാറ് മുതൽ ജീപ്പ് മുതൽ JCB വരെ ഓടിക്കുന്ന ഒരു രാധാമണിയമ്മയുടെ വീഡിയോസും ഞാൻ കണ്ടു. ഒരു 10-70 വയസ്സൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായ ഒരു അമ്മയാണ്. അതേപോലെയുള്ള ഉദാഹരണങ്ങൾ ഞാൻ കണ്ടു. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് തോന്നുന്നു, തട്ടുകട നടത്തി LLBക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെക്കുറിച്ച് ഞാൻ കേട്ടു. അതേപോലെ നമ്മുടെ മുന്നിൽ എത്രയോ വിദേശത്ത് പഠിക്കാൻ പോയിട്ട് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വീണ മാഡം എൻ്റെ അടുത്ത് ഇപ്പോൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചെയ്യുന്ന ബൈക്ക് യാത്രയെക്കുറിച്ചായിരുന്നു. അപ്പോൾ സത്യത്തിൽ എനിക്കൊക്കെ എത്രയോ ബൈക്ക് ഓടിച്ച് ഹിമാലയം വരെ പോകുന്ന സ്ത്രീകളെയും സ്വന്തം അമ്മയെ ബൈക്കിൻ്റെ പിന്നിലിരുത്തി സീമ എന്നാണെന്ന് തോന്നുന്നു ആ ഒരു റൈഡറിൻ്റെ പേര്, ഹിമാലയത്തിൽ വണ്ടി ഓടിച്ച അങ്ങനെയുള്ളൊരു റൈഡറുടെ കഥയും ഞാൻ കേട്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ നമുക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയാണ് തോന്നുന്നത്. വിവാഹം എന്നുള്ളത് ഒന്നിൻ്റെയും അവസാന വാക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട്. വിവാഹം വേണോ വേണ്ടയോ അതല്ല, വിവാഹം വേണോ വേണ്ടയോ എന്ന തീരുമാനം സ്വന്തം തീരുമാനമായിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം. അതിലും ഭംഗി എനിക്ക് തോന്നിയത് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും കാണുമ്പോഴാണ് ശരിക്കും നമ്മുടെ സമൂഹം സത്യത്തിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ളൊരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട്.